ഒരു മുടിയുള്ള ഒരാൾ മിനിമം ഈ 3 സാധനം നല്ലത് മര്യാദക്ക് ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ കെയറിങ് ആണ് അവരുടെ മുടിനെ അത്രയും നന്നാക്കി നിർത്തുന്നത്. ഷാമ്പൂ എന്ന് പറഞ്ഞാൽ വെറുതെ ക്ലീൻസിങ് വേണ്ടിയിട്ടുള്ള ഒരു സാധനം മാത്രമല്ല. ഈ സെലിബ്രിറ്റീസിന് എനിക്കൊക്കെ ഒരേപോലത്തെ മുടി തന്നെയല്ല, പിന്നെ എന്തുകൊണ്ടാണ് അവരുടെ മുടി അത്രയും കാണാൻ നൈസായിട്ടിരിക്കുന്നത്? ഇതിപ്പോൾ ഒരു തമാശ പോലെ പറയാം, സെലിബ്രിറ്റിയുടെ മുടിയിൽ ശരിക്കും പിടിച്ചിട്ടുണ്ടോ? ശരിക്കും ഞങ്ങൾ കുറച്ച് അങ്ങനെ പിടിക്കുന്ന ആൾക്കാരായതുകൊണ്ടിട്ടാണ് പറയുന്നത്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാൻ അവരാണ് കുറേ കൂടി നല്ലതെങ്കിലും ഞങ്ങൾക്കറിയാവുന്നതാണ്. അവരാണ് ശരിക്കും ഇതിൽ കുറേ ബുദ്ധിമുട്ടുന്നത്. കാരണം അവർ അത്രയും കെയർ ചെയ്യുന്നതുകൊണ്ടിട്ടാണ് അവർ നിങ്ങൾക്ക് കാണുമ്പോൾ മേ ബി ഒരു വീഡിയോയിലായിരിക്കും കണ്ടിരിക്കുന്നത്, മേ ബി ഒരു ഫോട്ടോയിലായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റേജ് ഷോയിലായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള നോർമൽ ലൈഫിൽ നിങ്ങളെപ്പോലെയൊക്കെ തന്നെയുള്ള ആൾക്കാർ തന്നെയാണ്. അവർ പ്രത്യേകിച്ച് ഉള്ള പ്രത്യേകതയുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷേ അവരുടെ കെയറിങ് സാധാരണക്കാരേക്കാൾ 10 ഇരട്ടി കൂടുതലാണ് അവർക്ക്. അപ്പോൾ വീണ്ടും പറയുമ്പോൾ അവർ ഇപ്പോൾ ഈ ഷൂട്ട്സിൽ മേ ബി ലൈറ്റ്സ്, മേ ബി സ്റ്റൈലിംഗ് പ്രൊഡക്ട്സ്, ഹീറ്റ് ടൂൾസ്, ഇതൊക്കെ ഉപയോഗിച്ച് ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ മുടിയാണ് നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത്രയും ഡാമേജ് ആകാറുണ്ട് അവരുടെ മുടി. പക്ഷെ അതിന് വേണ്ടിയിട്ട് അവർ കുറേ പരിശ്രമിക്കും. ഇത്രയും ഡാമേജ് ആവുന്നതുകൊണ്ട് തന്നെ അവർ അതിൽ കൂടുതൽ അത്രയും ഡാമേജ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി അവർ മുടിക്കും സ്കിന്നിനും വേണ്ടി അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ പ്രൊഫഷൻ തന്നെ അതാണല്ലോ. മേ ബി സ്കിന്നിലോ ഹെയറിലോ ആണ് അവരുടെ ലൈഫ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതിൽ സ്പെൻഡ് ചെയ്യുന്നത്. നമ്മളെപ്പോലെ സാധാരണ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധാരണ ആൾക്കാരൊന്നും ഒരു സെലിബ്രിറ്റി അല്ലാത്ത സാധാരണ ആൾക്കാർ അവരുടേതായിട്ടുള്ള പ്രൊഫഷനായിട്ട് ബിസി ആയിരിക്കും മറ്റുള്ളവരും. അപ്പോൾ ഇടയ്ക്ക് മാസത്തിൽ 1-2 വട്ടം മേ ബി സലൂണിൽ വന്ന് എന്തെങ്കിലും ചെയ്യുന്നു. അപ്പോൾ അത്രയും ഡിഫറൻസ് ഒരാൾ ഒരു 10 വട്ടം കെയർ ചെയ്യുന്നതും ഒരിക്കൽ കെയർ ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കെയറിങ് ആണ് അവരുടെ മുടിനെ അത്രയും നന്നാക്കി നിർത്തുന്നത്. പക്ഷേ ഹീറ്റ് സ്റ്റൈലിംഗ് ഒന്നും ചെയ്തില്ലെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്തില്ലെങ്കിലും ജനറലി എൻ്റെ ഒക്കെ ഹെയർ ഫ്രിസി ആൻഡ് ഡ്രൈ ആവാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഇത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും എല്ലാവരോടും കോമൺ ആയിട്ട് ഉപദേശിക്കുന്ന ഒരു ഒറ്റ ഉപദേശമുള്ളൂ. നല്ലൊരു ഷാംപൂ, കണ്ടീഷണർ അല്ലെങ്കിൽ മാസ്ക്, സിറം, ഒരു മുടിയുള്ള ഒരാൾ മിനിമം ഈ 3 സാധനം നല്ലത് മര്യാദക്ക് ഉപയോഗിച്ചിരിക്കണം. ഇരുന്നാൽ തന്നെ പകുതി മുക്കാലും പ്രശ്നങ്ങൾ അവരില്ലാണ്ടാവും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സാധാരണ ഒരു പെൺകുട്ടിയോട് വെച്ച് കഴിഞ്ഞാൽ അവർ ഷാംപൂ കണ്ടീഷണറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് ആ പെൺകുട്ടിയുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണോ ആ കുട്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ചിലപ്പോൾ അവളുടെ ഉണ്ടാവില്ല. നല്ല മണമാണ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഉപയോഗിച്ചു അവൾക്ക് നല്ല റിസൾട്ട് ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു. നോ, യു കാൺ യൂസ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ എൻ്റെ അമ്മ ഉപയോഗിക്കുന്ന ഷാംപൂ എനിക്ക് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. എൻ്റെ അമ്മയുടെ മുടിക്കനുസരിച്ചുള്ള ഷാംപൂ ആയിരിക്കുള്ളൂ അമ്മ ഉപയോഗിക്കുന്നത്. അല്ല അവരുടെ മേ ബി അത്രയും കളർ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അത്രയും ഡാമേജ് ആയിട്ടുള്ള ഹെയർ ഫോൾ ഉണ്ടാവാം. അങ്ങനെ പല കാരണങ്ങളിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ അതായിരിക്കില്ല എൻ്റെ ഫാദറിന് വരുന്നത്, അതായിരിക്കില്ല എൻ്റെ വൈഫിന് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ഭൂരിഭാഗം വീടുകളിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എൻ്റെ ക്ലയൻസിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്, ബേസിക്കലി അവരുടെ വെൻ യു ഗോ ഫോർ എ ഷവർ ബേസിക്കലി ദേ വിൽ കീപ് 1 or 2 ഷാംപൂസ് ദെയർ ഓർ മാസ്ക് ഓർ സംതിങ് ദെയർ. ഇപ്പോൾ മുമ്പൊക്കെ എൻ്റെ ഒരു ശീലം വെച്ചിട്ട് തന്നെ പണ്ട് ഇപ്പോഴും എനിക്ക് ആ ഒരു ശീലം ഉണ്ട്. എങ്കിലും ചെല്ലുമ്പോൾ കൈ കിട്ടുന്ന ഏതാണോ അതെടുത്തിട്ടാണ് ഷാംപൂ ചെയ്യും. ശ്രദ്ധിച്ചോ, മിക്ക കുട്ടികളെയും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും, അല്ല അവർക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. മേ ബി അടുത്ത ആൾ വരുമ്പോൾ അയാളും എടുത്ത് ഉപയോഗിക്കും. ബേസിക്കലി ദേ വോണ്ട് സീ ദാറ്റ് വാട്ട് ഷാംപൂ ഇസ് ദാറ്റ്, വാട്ട് മാസ്ക് ഇസ് ദാറ്റ്. അങ്ങനത്തെ ഒരു ശീലമില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിന്ന് മേ ബി ദേ ഹാവ് ടു ഗോ ടു ദെയർ എക്സ്പേർട്ട്, ഹെയർ എക്സ്പേർട്ട് ആരോ സലൂണിൻ്റെ അവരുടെ ഹെയർ എക്സ്പേർട്ട് ആരാണോ അവരുടെ അടുത്ത് നിന്ന് അവരുടെ മുടിക്ക് വേണ്ട ഷാംപൂ, മാസ്ക് ഓർ കണ്ടീഷണർ ഓർ സിറം, ഈ 3 സാധനം ഏതാണ് അവരുടെ മുടിക്ക് വേണ്ടതെന്നുള്ളത് നോക്കി ഉപയോഗിച്ചാൽ ആ പകുതി മുക്കാലും പ്രശ്നം തീരും. ഇനി ആ ബാക്കി കാൽഭാഗം മാത്രമേ സലൂണിൽ വന്നിട്ട് ശരിക്കും ചെയ്യേണ്ടതായിട്ടുള്ളൂ. ശരിക്കും 3 കാര്യങ്ങളും ചെയ്യേണ്ടത് സലൂണിൽ നിന്ന് തന്നെയാണ്. കാരണം ഒരു എക്സ്പേർട്ടിനെ കണ്ടുപിടിക്കേണ്ടത് സലൂണിലായിരിക്കുള്ളൂ. അവർ തന്നെ ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് ഷാമ്പൂ കണ്ടീഷണർ സജസ്റ്റ് ചെയ്യുന്നത്, അവർ തന്നെ ആയിരിക്കുള്ളൂ ഈ കാൽഭാഗമായ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ മുക്കാൽ ഭാഗത്തുള്ള നല്ല രീതിയിൽ നല്ലൊരു ഷാമ്പൂ മാസ്ക് ഉപയോഗിച്ചാൽ തീരും. അത് ഉപയോഗിക്കാനും അറിഞ്ഞിരിക്കണം. നമ്മൾ ഷാമ്പൂ എന്ന് പറഞ്ഞാൽ വെറുതെ ക്ലീൻസിങ് വേണ്ടിയിട്ടുള്ള ഒരു സാധനം മാത്രമല്ല, മുടിക്ക് ഒരുപാട് ഹെൽത്ത് തരുന്നുണ്ട്, ക്വാളിറ്റി തരുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പോൾ നമ്മുടെ മുടിക്ക് കുറവുള്ളത് ഏതാ അതിനനുസരിച്ചുള്ള ഷാമ്പൂ ആണ്, ആ കുറവ് നിർത്താനുള്ള ഷാമ്പൂ ആണോ ഞാൻ ഉപയോഗിക്കുന്നത്,
അല്ലെങ്കിൽ എൻ്റെ മുടിക്ക് നല്ല സോഫ്റ്റ്, ആർക്കാണ് സോഫ്റ്റ്നെസ് ആവശ്യമില്ലാത്തത്, ആർക്കാണ് ഷൈനിങ് ആവശ്യമില്ലാത്തത്? എല്ലാവർക്കും ആഗ്രഹമുണ്ട് സോഫ്റ്റ് സ്മൂത്ത് സിൽക്കി ആയിട്ടിരിക്കണമെന്ന്. എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടി വേണ്ടി ഒരു ഷാമ്പു ഇറക്കിയാൽ പോരെ ലോറിയലിന്? എല്ലാവരും കൂടി സോഫ്റ്റ് സ്മൂത്ത് സിൽക്കി ആയിട്ടിരിക്കാനായിട്ട് ഒരൊറ്റ സാധനം. അങ്ങനെ പറ്റില്ല. സോ ഇതിലേക്ക് ഹൗ യു ഗോ ടു എ ഡോക്ടർ, ഏത് പനി വന്നാലും ഒരു ഗുളിക കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ഗുളിക അങ്ങനെ എടുത്ത് കൊടുക്കണേണ് അല്ല. അപ്പോൾ വെൻ യു ഗോ ടു എ ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് അവർക്ക് അനുസരിച്ചുള്ള ഡോസേജ് അനുസരിച്ചുള്ള സാധനങ്ങൾ കൊടുക്കുന്നത്. എന്താ പറഞ്ഞ പോലെ ഒരു വെൻ യു ഗോ ടു എൻ എക്സ്പേർട്ട് ദെൽ സീ യുവർ ഹെയർ കണ്ടീഷൻ, യുവർ ലൈഫ് സ്റ്റൈൽ, ഇത് നോക്കിയിട്ട് അതനുസരിച്ചുള്ള ഷാംപൂ കണ്ടീഷൻ വേണം നമ്മൾ ഉപയോഗിക്കാൻ.